അവസ്ഥയില് നിങ്ങളൊന്ന് ആലോചിച്ച് നോക്ക്. ഞാൻ ഒരു ഫാമിലിയാണ്, ഒരു അമ്മയാണ്. എനിക്കൊരു ഇമേജ് ഉണ്ട്. അതാണ് നിങ്ങൾ ഇല്ലാണ്ടാക്കുന്നത്. ഹലോ ഹായ്. അപ്പോൾ പുതിയൊരു വീഡിയോയ്ക്ക് എല്ലാവർക്കും സ്വാഗതം. അപ്പോൾ ഇന്ന് എന്താ പറയുക, സോഷ്യൽ മീഡിയയിൽ മറ്റേ കത്തി നിൽക്കുന്ന ഒരു വീഡിയോ ഉണ്ട്. അതായത് മറ്റാരുടെയല്ല, നമ്മുടെ വയനാടൻ വ്ളോഗ് എന്ന ഒരു യൂട്യൂബ് ചാനലും അതുപോലെ ഫേസ്ബുക്ക് ഒഫീഷ്യൽ ഐ ഡി ഒക്കെ ഉണ്ട്. അപ്പോൾ അതിൽ അവരുടെ ഒരു ഇഷ്യൂ ഉണ്ട്. നമുക്ക് ആദ്യം ആ വീഡിയോ ഒന്ന് കണ്ടുവരാം. ഈ ഒരു അവസ്ഥയിൽ നിങ്ങളൊന്ന് ആലോചിച്ച് നോക്ക്. ഞാൻ ഒരു ഫാമിലിയാണ്, ഒരു അമ്മയാണ്. എനിക്കൊരു ഇമേജ് ഉണ്ട്. അതാണ് നിങ്ങൾ ഇല്ലാണ്ടാക്കുന്നത്. ഇപ്പൊ കുറച്ച് ദിവസമായിട്ട് ഞങ്ങൾ ഇടുന്ന എല്ലാ വീഡിയോയുടെ അടിയിലും വരുന്ന ഒരു കമന്റ് ആണ് ലീക്ക്ഡ്. ഈ ഒരു കമന്റ് ഞങ്ങൾ എവിടെ നോക്കിയാലും, ഞങ്ങൾ എന്ത് പോസ്റ്റ് ഇട്ടാലും അതിലിങ്ങനെ വരുന്നുണ്ട്. ആദ്യം ഞങ്ങൾക്ക് എന്താ സംഭവം എന്ന് മനസ്സിലായില്ല. അവസാനം അത് ചുറ്റിക്കറങ്ങി ഞങ്ങളുടെ കയ്യിൽ എത്തിയപ്പോ ലീക്കായ ഒരു ഫോട്ടോ അത് ആദ്യം ഞാൻ കാണിച്ചു തരാം. അത് ആദ്യം ഒന്ന് കാണിച്ചു. അതെ, ഞങ്ങളത് ഒളിച്ചും പാത്തും കൊണ്ടു നടന്ന ഫോട്ടോ ഒന്നുമല്ല. അത് ആദ്യം കാണിച്ചു തരാം. ഇത് എന്റെ ഇൻസ്റ്റാ ഐ ഡി ആണ് കേട്ടോ. ഞാൻ യൂസ് ചെയ്യുന്ന എന്റെ ഇൻസ്റ്റാ ഐ ഡി ആണ് ഈ ഫോട്ടോ. ഇതൊരു ഫോട്ടോയാണ്. ഫെബ്രുവരി 8 ഞാൻ പോസ്റ്റ് ചെയ്ത എന്റെ അക്കൗണ്ടിൽ ഞാൻ ഇട്ട ഒരു ഫോട്ടോയാണിത്. ഇത് വെച്ചിട്ടാണ് അവന്മാര് വീഡിയോ ലീക്ക്ഡ് എന്ന് പറഞ്ഞിട്ട് എല്ലാരിലേക്കും പ്രചരിപ്പിക്കുന്നത്. ഇന്ന് എന്റെ അക്കൗണ്ട് കിടക്കുന്ന ഫോട്ടോ ആണ്. അല്ല, അതാ ഞാൻ പറഞ്ഞത്. ഇതെല്ലാവരും വിചാരം ഞങ്ങളെന്തോ ഞങ്ങളുടെ ഫോണിൽ അറിയാതെ മിസ്സായതാണ് എന്നൊക്കെയാണ് എല്ലാവരും പറയുന്നത്. ഈ ഒരു ഫോട്ടോയും അതിന്റെ കൂടെ ഒരു 4 വീഡിയോ, അത് ആരുടെയോ ഒരു വീഡിയോ ആണ്, ഞങ്ങളുടേതല്ല. ഒന്നാമത്തെ കാര്യം പറയാം, അത് ഞങ്ങളുടേതല്ല എന്ന് തെളിയിക്കാൻ വേറെ ഒന്നും വേണ്ടതാ. ഞങ്ങളുടെ 2 പേരെ കയ്യിൽ ടാറ്റു നോക്കി കഴിഞ്ഞാൽ 2 കൈ ഞങ്ങളുടെ കയ്യിൽ ടാറ്റു ഉണ്ട്. അത് ഞാൻ പറയട്ടെ, ഒന്നെങ്കിൽ അത് ചെറുതായിട്ട് ഞാൻ പറയല്ലോ, അത് ആ ഒരു ഫോട്ടോ ഇപ്പൊ ഞാൻ കാണിച്ച ആ ഒരു ഫോട്ടോ അത് വെച്ചിട്ട് ഷെയർ ചെയ്യുന്നോണ്ടാണ് അത് ഞങ്ങളുടേതാണെന്ന് നിങ്ങൾ തെറ്റിദ്ധരിക്കുന്നത്. ഒന്നാമത്തെ കാര്യം, അതിൽ ചെറുതായിട്ട് എവിടെയോ ആ പെണ്ണിന്റെ മുഖമൊന്നും മര്യാദയ്ക്ക് മൊത്തത്തിൽ കാണുന്നില്ല. ഇങ്ങനെ പിടിച്ച എന്തോ ഒരു ഇതാണ് ചെറുതായിട്ട് എവിടെയോ. അതായത് എനിക്കൊന്ന് നെറ്റി എങ്ങാണ്ട് ചെറുതായിട്ട് ഒരു ഫേസ് കട്ട് ഉണ്ട്, അത്രേ ഉള്ളൂ. എഡിറ്റിംഗ് എനിക്കറിയില്ല ഇനിയിപ്പോ എഡിറ്റ് ചെയ്താണോ, പക്ഷെ എവിടെയോ ചെറിയൊരു ഫേസ് കട്ട് മാത്രമേ ഉള്ളൂ. പക്ഷെ നിങ്ങൾ നോക്കി കഴിഞ്ഞാൽ കയ്യിൽ ടാറ്റോ, അല്ലെങ്കിൽ ഞാൻ പറയട്ടെ, ഒരു മനുഷ്യന്റെ ശരീരത്തിൽ പല മറുകും കാര്യങ്ങളൊക്കെ ഉണ്ട്. അപ്പൊ അതൊക്കെ വെച്ച് നമുക്ക് മനസ്സിലാക്കാം. അതപ്പോ നിങ്ങൾക്ക് നമുക്ക് തുറന്നു കാണിക്കാൻ പറ്റില്ല. ഇത് ഞങ്ങൾ തെരഞ്ഞു പിടിച്ച് ചെല്ലുമ്പോ എന്താ ഗ്രൂപ്പിന്റെ പേര്, സ്വർഗവാതില്. ആ ഗ്രൂപ്പിലുള്ള ഓരോ കുട്ടികളുടെ ഏജ്, ആ ഒരു വോയിസ് കേൾപ്പിക്കാം മോസെ, ഒറ്റ വോയിസ് കേൾപ്പിക്ക്. ഞാൻ പറയട്ടെ, നിങ്ങൾ ഷെയർ ചെയ്യുന്നുണ്ട്, അതുപോലെ വിൽക്കുന്നുണ്ട്. ചെറിയ ചെറിയ ചെക്കന്മാരതും. ഞാൻ ഈ ഒരു വീഡിയോ ചെയ്യാനുള്ള മെയിൻ കാരണം അതാണ്. അതായത് ഞങ്ങൾ അന്വേഷിച്ച് ചെല്ലുമ്പോ ഇത് ചെയ്യുന്നതൊക്കെ 7ാം ക്ലാസ് 8ാം ക്ലാസ് പഠിക്കുന്ന ചെക്കന്മാരാണ് ഇതൊക്കെ. ഓരോ ഗ്രൂപ്പിന്റെ പേര് സ്വർഗവാതില്. ഇന്നലെ നോക്കിയപ്പോ എത്ര 938 പേരൊരു ഗ്രൂപ്പില്. അതിൽ പകുതി മുക്കാലും ചെറിയ ചെറിയ ചെക്കന്മാരാണ്. നിങ്ങൾ ഈ രക്ഷിതാക്കൾ ആദ്യം ഒരു കാര്യം ചിന്തിച്ചു, ഇപ്പൊ ഫോൺ കൊടുക്കുമ്പോ നിങ്ങൾ ചെക്ക് ചെയ്യും നിങ്ങളുടെ മക്കളെ ഫോണില് ഗ്രൂപ്പ്. ടെലഗ്രാമിൽ ഞങ്ങൾ തന്നെ പൊക്കി. ഫസ്റ്റ് ഞങ്ങൾ അവനാണ് പൊക്കണത്. ടെലഗ്രാമിൽ തന്നെ പൊക്കിയിട്ട് കാരണം അവനെ പൊക്കിട്ട് ഞാൻ പറയാൻ പറ്റുന്നില്ല. നീ ആദ്യം ഒരു ഞാൻ കേൾപ്പിച്ചു ഒരുത്ത മാപ്പ് പറയുന്നത് ഒരുത്തനല്ല. ചെയ്തത് തെറ്റാണെന്ന് എനിക്കറിയാം. എന്തൊരു പറഞ്ഞാലും തീരൂലെന്ന് എനിക്കറിയാം. ചെറിയ ചെറിയ ഞാൻ ഈ ചെക്കന്മാര് പറയുന്ന കാര്യം, എന്റെ വീട്ടിൽ അച്ഛനില്ല, അല്ലെങ്കിൽ എന്നെ കഷ്ടപ്പെട്ടാ പഠിപ്പിക്കുന്നത്. കഷ്ടപ്പെട്ട് ഞാൻ ചോദിച്ചോട്ടെ, ഇതൊക്കെ അറിഞ്ഞുകൊണ്ട് നിങ്ങൾ എന്തിനാ ഇതൊക്കെ ചെയ്യുന്നത്? ചില ആൾക്കാർ പറയാ, ഇത്ര ലക്ഷം കൊടുത്ത് എന്നെ പഠിപ്പിക്കുന്നുണ്ട്, കഷ്ടപ്പെട്ടിട്ട് ലോൺ എടുത്താ പഠിപ്പിക്കുന്നത്. ഇതൊക്കെ പുറത്തറിഞ്ഞ എന്റെ വീട്ടുകാർ അറിഞ്ഞ എനിക്ക് പിന്നെ അങ്ങനെ പല പല കാര്യങ്ങൾ ചെറിയ ചെറിയ ചെക്കന്മാരായി പറയുന്നത്. നിങ്ങൾ രക്ഷിതാക്കളെ മക്കളെ ശ്രദ്ധിച്ചാല് ലൈഫ് ലോങ് കൂടെ ഉണ്ടാവും. ഈ മക്കളൊക്കെ അല്ലെങ്കിൽ വേറെ എന്തെങ്കിലും കാണിച്ചെന്തെങ്കിലും ആയിത്തീരും. മനസ്സിലാക്കിയോ? കാരണം ഏറ്റവും വിഷമം ഇപ്പൊ എന്റെ അക്കൗണ്ടിൽ ഞാൻ ഇടുന്ന വീഡിയോസിൽ കംപ്ലീറ്റ് ഞാൻ കാണിച്ചു തരാം, നിങ്ങൾക്ക് ലൈവായിട്ട് കാണിച്ചു തരാം. ഒരുപാട് അക്കൗണ്ടുകൾ വന്നിട്ട് എല്ലാം ഫേക്ക് ഐഡിയ, വീഡിയോ ലീക്ക്ഡ്. അതിന്റെ ഒറ്റ കാര്യം പറയും, മേല് എന്റെ വീഡിയോയുടെ അടിയിലോ അവളുടെ വീഡിയോയുടെ അടിയിലോ വന്ന് ലീക്ക്ഡ് കോപ്പ് എന്ന് പറഞ്ഞ കമന്റ് ഇട്ട് കഴിഞ്ഞാൽ സീരിയസ് ആയിട്ട് ഞാൻ പറയാണ്, ആരാണോ കമന്റ് ഇടുന്നത് അവന്റെ വീട്ടിൽ ഞാൻ ലൈവ് ഇട്ട് ഞാൻ കയറി വരും. ഒരു മാറ്റം ഉണ്ടാവില്ല. ഇത് ഞങ്ങളുടേതല്ല എന്നുള്ളത് ഞങ്ങൾ തെളിയിച്ച് കാണിച്ചു തരാം. ആ തെളിയിക്കുന്നതിന്റെ ഇടയ്ക്ക് ഈ കമന്റ് ഇട്ടവന്മാര്, ഇത് വിറ്റവര്, ഇത് കണ്ടവര്, ഇതിലേതെങ്കിലും ഒരെണ്ണത്തിന് എന്റെ മുഖടക്കം എന്റെ കയ്യിൽ കിട്ടിക്കഴിഞ്ഞാൽ കംപ്ലീറ്റ് ഞാൻ പറയാം, എന്റെ കണ്ടന്റ് ഏറ്റവും വലിയ കണ്ടന്റ് അതായിരിക്കും. നിങ്ങൾ ആലോചിച്ചോ? എനിക്ക് സത്യം പറയാം, എനിക്ക് പുറത്തിറങ്ങുമ്പോ എനിക്ക് അത്രയ്ക്ക് സങ്കടം വരുന്നത്. ഒരാൾക്കാർ നോക്കുമ്പോ അയ്യോ ഇവരാണോ, അല്ലെങ്കിൽ ഇവരങ്ങനെ നമ്മളെ കാണുമോ? ഞങ്ങളുടെ അക്കൗണ്ടിൽ ഒരു ഫോട്ടോ, ആ ഒരു ഫോട്ടോ അതിൽ വെച്ചിട്ട് നിങ്ങൾ ഷെയർ ചെയ്യുന്നോണ്ടാണ് ഞങ്ങളുടേതാണത് നിങ്ങൾ തെറ്റിദ്ധരിക്കുന്നത്. സത്യം പറയാം, വെറുതെ വിടൂല. വിടരുത്. ഏജിന്റെ കാര്യത്തിലൊന്നും ഞങ്ങൾ അതൊന്നും പരിഗണിക്കില്ല. ഇത്രയും ഭയങ്കര ധൈര്യത്തോടൊക്കെ ചെയ്യാൻ പറ്റുന്നുണ്ടല്ലോ, അതാണ് ഏറ്റവും വലിയൊരിത്. എല്ലാവർക്കും ഒരു കുഴപ്പമില്ല, ആരും നമ്മളടുത്ത് ചോദിക്കാൻ വരില്ല എന്നുള്ള ആ ഒരു ധൈര്യം ഉണ്ടല്ലോ. എത്ര പ്രായം കുറവുള്ള മക്കളെന്നറിയോ, എല്ലാ ഏറ്റവും സെറ്റ് കാര്യങ്ങൾ അറിയാം. നമുക്ക് പോലെ ഇത്രയും സോഷ്യൽ മീഡിയ എല്ലാ കാര്യം ഉപയോഗിച്ചിട്ട് നമുക്ക് പോലെ അറിയാത്ത കാര്യങ്ങൾ അവന്മാർക്ക് അറിയാം. ഈ ഒരു അവസ്ഥയിൽ നിങ്ങളൊന്ന് ആലോചിച്ച് നോക്ക്. ഞാൻ ഒരു ഫാമിലിയാണ്, ഒരു അമ്മയാണ്. എനിക്കൊരു ഇമേജ് ഉണ്ട്.
അതാണ് നിങ്ങൾ ഇല്ലാണ്ടാക്കുന്നത്. അത് ഇതെന്ന് പറഞ്ഞിട്ട് വേദന പറഞ്ഞാൽ മനസ്സിലാവൂല. അവനാന്റെ വീട്ടിൽ അവനാന്റെ അമ്മയ്ക്കോ പെങ്ങൾക്കോ ഈ അവസ്ഥ വരുമ്പോ അന്നേരം മനസ്സിലാവും. ഇനി എന്റെ വീടിന്റെ കമന്റ് ചെയ്യുന്ന പറഞ്ഞാൽ 2 വർഷം ഞാൻ പറയാം, ഒരു പെണ്ണിനെ പറ്റി ഒരു കമന്റ് ഇട്ട 2 വർഷം വരെ തടവുണ്ട്. നമ്മുടെ ഭാഗത്ത് നിന്ന് ഒരു കോംപ്രമൈസും ഉണ്ടാവില്ല ആ കാര്യത്തില്. ഈ ഞങ്ങൾക്ക് കിട്ടിയപ്പോ ഈ ഗ്രൂപ്പ് അതേപോലെ കുറെ നമ്പർ കിട്ടിയിട്ടുണ്ട്, അതേപോലെ കമന്റ് ഇട്ടവന്മാര് കുറെ ലീക്ഡ് എന്ന് പറഞ്ഞിട്ട്. എന്തായാലും നിങ്ങളൊക്കെ വന്ന് പറഞ്ഞാൽ മതി നിങ്ങൾക്ക് എവിടെ നിന്ന് സാധനം കിട്ടി. എല്ലാത്തിനും ഒരാളെ ഞങ്ങൾ വിടൂല. പിന്നെ വേറൊരു കാര്യം, ഇപ്പൊ വീഡിയോ കണ്ടതിന് ശേഷം എല്ലാവരും ഇപ്പൊ ഫോണിലൊക്കെ ഡിലീറ്റ് ചെയ്തിട്ടുണ്ടാവും. ഒറ്റ കാര്യം ആലോചിച്ചോ, നിങ്ങളെ കണ്ടുപിടിച്ചു കഴിഞ്ഞാൽ നിങ്ങളുടെ പേര് ആരെങ്കിലും ഒരാളെ കിട്ടിക്കഴിഞ്ഞാൽ ആ ആളിൽ നിന്നും ഇത് എത്ര പേർക്ക് ഷെയർ ആയിട്ടുണ്ടോ നിങ്ങൾ ഇനി ഡിലീറ്റ് ചെയ്താലും നിങ്ങൾ അയച്ചവന്മാരെ അങ്ങനെ കണക്ട് ചെയ്തുകൊണ്ടേയിരിക്കും. ഞങ്ങൾ ഒറ്റയ്ക്ക് തന്നെ ഏകദേശം 100-150 പേരെ മേലെ ഞങ്ങൾ കണക്ട് ചെയ്തിട്ടുണ്ട്. ഇനി ഞാൻ പറയട്ടെ, എത്ര ആൾക്കാരായിക്കോട്ടെ കംപ്ലൈന്റ് ചെയ്ത് കഴിഞ്ഞാൽ അത് പിടിക്കുന്നുള്ള കാര്യത്തിൽ ഒരു ഡൗട്ടും ഇല്ല. ഞാൻ പറയട്ടെ, ഇത് സൈബർ സെല്ലിൽ കംപ്ലൈന്റ് ചെയ്ത് കഴിഞ്ഞാൽ നിങ്ങൾ ആർക്കൊക്കെ ഷെയർ ചെയ്തിട്ടുണ്ടോ, ഇത് വിറ്റവന്മാര് വാങ്ങിയവന്മാര് കണ്ടവന്മാര്, ഇത് തെറ്റാണ്. ഇത് ഇന്ത്യയിൽ തെറ്റായ ഒരു കാര്യം നിങ്ങൾ ചെയ്തുകൊണ്ടിരിക്കുന്നത്. നിങ്ങൾ വേണമെങ്കിൽ നോക്ക്, ഇത് സെർച്ച് ചെയ്യുന്ന തെറ്റാണ്, അല്ലെങ്കിൽ ഇത് കാണുന്നത് തെറ്റാണ്, ഇത് പല സൈറ്റുകൾ ഒക്കെ തെറ്റാണ്, അതും കേസാണ്. മനസ്സിലായില്ലേ? അപ്പൊ ഞങ്ങളുടെ പരാതി എന്ന് പറയുന്നത് മറ്റൊരു വീഡിയോയിൽ ഞങ്ങളുടെ ഫോട്ടോ വെച്ച് പ്രചരിപ്പിക്കുന്നുണ്ട്. അതാണ് ഞങ്ങളുടെ ഒരു പരാതി എന്ന് പറയുന്നത്. ആ ഒരു കാര്യം നിങ്ങൾ ചെയ്തതുകൊണ്ട് ഞങ്ങൾക്ക് പല നഷ്ടങ്ങളുണ്ട് പുറത്തിറങ്ങുമ്പോൾ. അപ്പൊ അതിൽ പെടുന്നവരെ എന്തായാലും ഞങ്ങളുടെ ഫോട്ടോ ഞാൻ പറഞ്ഞു, ഞങ്ങൾക്ക് എന്തായാലും ഇത് കാരണം നല്ല ബുദ്ധിമുട്ടുണ്ടായിട്ടുണ്ട്. അപ്പൊ ആ ബുദ്ധിമുട്ട് ഉണ്ടാക്കിയവർ നിങ്ങളാണ്. അതുകൊണ്ട് ഞങ്ങൾ എന്ത് കാര്യം, നിങ്ങളുടെ വീഡിയോസ് ഞങ്ങളുടെ ചാനൽ വഴി പുറത്തു വിടും. ഞങ്ങൾ നിന്റെ മോന്തൊക്കെ ഞാൻ കാണിക്കും, ഇവന്മാരാണ് ഞങ്ങളെ ഇത് ചെയ്തത്, അല്ലെങ്കിൽ ഇത് ഷെയർ ചെയ്തത്, വിറ്റത്, കമന്റ് ഇട്ടത് എല്ലാവരും. അപ്പൊ നിങ്ങളുടെ വീട്ടുകാരും നിങ്ങളുടെ നാട്ടുകാരും കൂട്ടുകാരൊക്കെ ചെയ്യടാ നീ ഇങ്ങനെ ഒരുത്തനായിരുന്നു എന്നുള്ളത്. ഇല്ല മനസ്സിലായി? അത് മതി ഞങ്ങൾക്ക് കേട്ടോ. അപ്പോൾ അവർ പറഞ്ഞത് കേട്ടില്ലേ, എന്തായാലും അവർ ഭയങ്കര ബേജാറിലാണ്. ഒന്നാമത് നമ്മൾ മനസ്സിലാക്കേണ്ടത് ഈ സോഷ്യൽ മീഡിയയിൽ ഇറങ്ങുമ്പോൾ ഇത്തരം പ്രശ്നങ്ങളൊക്കെ ഉണ്ടാവും. പിന്നെ എനിക്ക് മനസ്സിലായത് ഈ ഇങ്ങനത്തെ ഇവരിടക്കിടക്ക് ഇവരെന്നല്ല, ഈ സോഷ്യൽ മീഡിയയിൽ ഒന്ന് വൈറലാകാൻ വേണ്ടി പലരും ഇത്തരം ഓരോ പ്രശ്നങ്ങളായിട്ട് സോഷ്യൽ മീഡിയയിൽ വരാറുണ്ട്. അങ്ങനൊരു ഇതായിട്ടാണ് എനിക്ക് തോന്നിയത്. അപ്പോൾ നിങ്ങൾക്ക് എന്താ തോന്നിയത് നിങ്ങൾ കമൻറ്റ് ചെയ്യുക. അപ്പോൾ ഇന്നത്തെ വീഡിയോ ഇത്രയേ ഉള്ളൂ. എൻ്റെ ചാനൽ ആദ്യമായിട്ടാണ് കാണുന്നതെങ്കിൽ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക, ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക. അപ്പോൾ നമുക്ക് പുതിയൊരു വീഡിയോയുമായി വീണ്ടും കാണാം. ബൈ.